ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു GQ TV. ഞാൻ ഇന്ന് വന്നത് ഒരു കിടിലൻ ഐറ്റം പരിചയപ്പെടുത്താൻ വേണ്ടിയിട്ടാണ്. ഇതൊരു ഫാഷൻ ആക്സസറി ആയിട്ട് നമുക്ക് ഉപയോഗിക്കാം. അതുപോലെ തന്നെ ഒരു എന്താ പറയുക, ഒരു ഗാഡ്ജറ്റായിട്ട് നമുക്ക് ഉപയോഗിക്കാം. അത് മറ്റൊന്നുമല്ല, നമ്മുടെ റെയ്ബാൻ്റെ മെറ്റ സ്മാർട്ട് സൺഗ്ലാസ് ആണ്. സോ ഇതൊരു സൺഗ്ലാസ് ആണ്. നമുക്ക് കാണുമ്പോൾ തന്നെ ഇതൊരു സൺഗ്ലാസിൻ്റെ കേസൊക്കെ പോലെ തോന്നും, പക്ഷേ ഇതൊരു കിടിലൻ ഐറ്റമാണ്. അപ്പോൾ ഇത് വാങ്ങി യൂസ് ചെയ്ത് കഴിഞ്ഞപ്പോൾ എനിക്ക് ഇതൊരു വീഡിയോ ചെയ്താൽ കൊള്ളാമെന്ന് തോന്നി. കാരണം നമ്മളൊരുമാതിരി എല്ലാവരും കേട്ടിട്ടുള്ളത് തന്നെയാണ്, അല്ലെങ്കിൽ കണ്ടിട്ടുള്ളതാണ് ഇതിൻ്റെ പരസ്യങ്ങളൊക്കെ. പക്ഷേ കണ്ടിട്ടില്ലാത്തവർക്ക് വേണ്ടിയിട്ടും ഇത് ഒരു റിയൽ ലൈഫിൽ എത്രത്തോളം ഉപകാരപ്പെടും എന്നുള്ളതിൻ്റെ ഒരു വീഡിയോ ആണ് ഞാനിവിടെ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. സോ കുറച്ച് സൺഗ്ലാസിൻ്റെ കുറച്ച് ക്ലിപ്സും അതിൻ്റെ കുറച്ച് സ്പെക്കും കാര്യങ്ങളൊക്കെ ഞാൻ പറയുന്നതാണ്. ഞാനൊരു ടെക് എക്സ്പേർട്ടൊന്നുമല്ല, ഒരു ഇൻസൈഡ് പോയി അതിനെക്കുറിച്ച് ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞു തരാമെന്നും എനിക്കറിയില്ല. പക്ഷേ അതൊരു യൂസർ എക്സ്പീരിയൻസ് ആയിട്ട് കണ്ടാൽ മതി. സോ വെൽക്കം ടു മൈ ന്യൂ വീഡിയോ. അപ്പം ഇതാണ് നമ്മുടെ റെയ്ബാൻ്റെ മെറ്റ സ്മാർട്ട് ഗ്ലാസ് എന്ന് പറയുന്നത്. ഇതൊരു ചാർജിങ് കേസ് കൂടിയാണ്. ഇവിടെ നമുക്ക് C ടൈപ്പ് കേബിൾ ഉപയോഗിച്ച് ഈ കേസ് ചാർജ് ചെയ്യാം. നമ്മുടെ ബ്ലൂടൂത്ത് ഹെഡ്സെറ്റൊക്കെ ചാർജ് ചെയ്യുന്നത് പോലെ തന്നെയാണ് ഈ പരിപാടിയും. പിന്നെ നമുക്ക് ഈ കേസ് ഓപ്പൺ ചെയ്യുമ്പോൾ ഇതിപ്പോൾ ഗ്രീൻ ലൈറ്റ് കത്തുകയാണെന്നുണ്ടെങ്കിൽ ഇത് ഫുള്ളി ചാർജ്ഡ് ആണ് എന്ന് നമുക്ക് മനസ്സിലാക്കാം. ഇത് ഓറഞ്ച് ആണ് എന്നുണ്ടെങ്കിൽ അത് ചാർജിങ്ങിലാണ് എന്ന് മനസ്സിലാക്കാം. സോ ഇതാണ് ആ സൺഗ്ലാസ്. റെയ്ബൻ ഇതിൻ്റെ 2 മോഡലാണ് ഇതുവരെ ഇറക്കിയിരിക്കുന്നത്. ഒന്ന് വേഫെയറർ സ്റ്റൈലിലും ഒന്ന് സ്കൈലർ മോഡലും. ഞാൻ വേഫെയറാണ് എടുത്തിരിക്കുന്നത്. വേഫെയറിൻ്റെ ബ്ലാക്ക്, അത്യാവശ്യം ഗ്ലോസി ആയിട്ടുള്ള ബ്ലാക്കാണ് ഞാൻ എടുത്തിരിക്കുന്നത്. സോ ഇതാണ് സൺഗ്ലാസ്. ഓക്കെ, ഇതിൻ്റെ ഇവിടെയാണ് ക്യാമറ വരുന്നത്. ഈ ഭാഗത്ത് ഒരു ഫ്ലാഷ് ലൈറ്റ് പോലൊരു സംഭവം വരുന്നുണ്ട്. സോ ഇത് വെച്ച് കഴിഞ്ഞ് നമ്മളൊരു നോർമലി നടക്കുകയാണെന്നുണ്ടെങ്കിൽ ഇത് തീർച്ചയായിട്ടും ഒരു സൺഗ്ലാസ്, പ്രോപ്പർ സൺഗ്ലാസ് എന്ന് മാത്രമേ തോന്നുള്ളൂ. വേറെ ആരും ഇതൊരു ക്യാമറയാണ് അല്ലെങ്കിൽ ഒരു സ്മാർട്ട് ഗ്ലാസ് ആണെന്ന് തോന്നില്ല. പക്ഷേ ഇപ്പോൾ കുറേ അധികം പേർക്ക് ഇത് അറിയാം. അതുകൊണ്ട് തന്നെ ഇവർ ചിലപ്പം കണ്ടാൽ ചിലപ്പോൾ ഐഡൻറ്റിഫൈ ചെയ്യാൻ സാധ്യതയുണ്ട്. സോ ഇതാണ് നമ്മുടെ സൺഗ്ലാസിൻ്റെ ഒരു ക്ലോസർ വേർഷൻ. ഇതാണ് ലൈറ്റ് വരുന്നത്. ഇതിൻ്റെ നേരെ ഓപ്പോസിറ്റ് ഈ ഭാഗത്താണ് ക്യാമറ വരുന്നത്. സോ ഇതിന് 5 മൈക്കുണ്ട്. അതാണ് ഏറ്റവും ഇമ്പ്രസീവ് ആയിട്ടുള്ളൊരു സംഭവം, 5 മൈക്ക്. അതുകൊണ്ട് തന്നെ നമുക്ക് ഫോൺ കോളൊക്കെ വരുമ്പോഴേക്കും നമുക്ക് അടിപൊളിയായിട്ട് നമുക്ക് യൂസ് ചെയ്യാൻ പറ്റും. നന്നായിട്ട് ക്ലാരിറ്റിയോടുകൂടി സംസാരിക്കാനും കേൾക്കാനും പറ്റും. ഇതിനിവിടെ ഒരു സ്വിച്ച് ഉണ്ട്, ഒരു സ്ലൈഡർ പോലത്തെയാണ്. ഇതൊന്ന് സ്ലൈഡ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമുക്കത് ഓൺ ആകും. ഓൺ ആയി കഴിയുമ്പോൾ ഇവിടെ ലൈറ്റ് കത്തും. നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ടോ? ലൈറ്റ് കത്തുന്നുണ്ട്. സോ ഇവിടെ ലൈറ്റ് ബ്ലിങ്ക് ചെയ്യുന്നുണ്ട്, കണ്ടോ? ഇപ്പോൾ ഇത് റെഡി ഫോർ കണക്ഷൻ എന്നാണ്. ഇപ്പോൾ നമ്മുടെ ഫോണിലാണ് കണക്ട് ചെയ്യുന്നുണ്ടെങ്കിൽ ഫോണിൽ നേരെ ബ്ലൂടൂത്ത് കണക്ട് ചെയ്യുക. ബ്ലൂടൂത്ത് കണക്ട് ചെയ്തതിന് ശേഷം ഇത് ഓട്ടോ കണക്ട്. ഇതിന് മെറ്റ വ്യൂ എന്ന് പറയുന്ന ഒരു ആപ്പ് ഉണ്ട്. അത് iOS-ലും ആൻഡ്രോയിഡിലും അവൈലബിൾ ആണ്. ആ ആപ്പ് ഡൗൺലോഡ് ചെയ്തതിന് ശേഷം നമുക്ക് ഇത് കണക്ട് ചെയ്യാം, ഈ സൺഗ്ലാസ് കണക്ട് ചെയ്യാം. പിന്നെ ഇതിൻ്റെ ഇവിടെ ഒരു സ്വിച്ച് ഉണ്ട്, ഇതിൻ്റെ ടോപ്പിലായിട്ട്. ഈ സ്വിച്ചിൽ ക്ലിക്ക് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഫോട്ടോ ക്ലിക്ക് ആവും. കണ്ടോ, നിങ്ങളൊരു ലൈറ്റ് കത്തുന്നുണ്ടോ? ആ ലൈറ്റ് കത്തുന്ന സംഭവം എന്ന് പറയുന്നത് മറ്റുള്ള ആൾക്കാരുടെ പ്രൈവസി കീപ്പ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് എന്നാണ് അവർ പറയുന്നത്. ഇപ്പം നമുക്ക് വീഡിയോ ചെയ്യണമെന്നുണ്ടെങ്കിൽ നമുക്ക് ഇത് ലോങ് പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ കണ്ടോ ഒരു ലൈറ്റ് കത്തിയിരിക്കുന്നു കേട്ടോ. ഇപ്പോൾ വീഡിയോ ഓണാണ്, ഞാൻ ഇതിൽ നിന്ന് വീഡിയോ എടുത്തുകൊണ്ടിരിക്കുകയാണ്. സോ എന്തുകൊണ്ടാണ് ഈ ലൈറ്റ് കത്തുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ മറ്റുള്ള ആൾക്കാർ അവെയർ ആയിരിക്കണം നമ്മൾ അവരുടെ വീഡിയോ എടുക്കുന്നുണ്ടെന്ന് അറിയാൻ വേണ്ടിയിട്ട്. ഇപ്പോൾ നമ്മളൊരു പബ്ലിക് സ്പേസിലൊക്കെ പോയി നമ്മളിത് വീഡിയോ വേറെ ആരും അറിയാതെ എടുക്കാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു ലൈറ്റിൻ്റെ ഒരു സംഭവം കൊണ്ടുവന്നിരിക്കുന്നത്. ഇത് ചില യൂട്യൂബ് വീഡിയോസൊക്കെ ഞാൻ കണ്ടു, ഈ ലൈറ്റ് നമുക്ക് മറച്ചു കഴിഞ്ഞ് വീഡിയോ എടുക്കാമെന്നൊക്കെ. പക്ഷേ ഞാൻ നോക്കിയിട്ട് നടന്നിട്ടില്ല. അപ്പോൾ ഇതിന് മെയിൻ ഫങ്ഷൻസ് ഞാൻ പറഞ്ഞു. ഒന്ന്, ബ്ലൂടൂത്ത് കണക്ട് ചെയ്ത് കഴിഞ്ഞാൽ ഒരു ബ്ലൂടൂത്ത് ഹെഡ്സെറ്റ് പോലെ ഇത് വർക്കാവും. പിന്നെ ഒരു ഇൻഡെപ്ത് മ്യൂസിക് പാട്ടൊക്കെ കേൾക്കുന്ന ആൾക്കാരാണെന്നുണ്ടെങ്കിൽ ആ ഒരു മ്യൂസിക് ക്വാളിറ്റി നിങ്ങൾ എക്സ്പെക്ട് ചെയ്യരുത്. പക്ഷേ ഒരു സൺഗ്ലാസിൽ നിന്ന് ഇൻ ഇയർ അല്ലാതെ കിട്ടുന്ന ഒരു ഔട്ട്സ്റ്റാൻഡിങ് സൗണ്ട് എക്സ്പീരിയൻസ് നിങ്ങൾക്ക് കിട്ടും. അത് 100% ഷുവറാണ്. ഏറ്റവും അമേസിംഗ് ആയിട്ടുള്ള ഒരു സംഭവം എന്ന് പറയുന്നത് മൈക്കാണ്. കാരണം നമ്മൾ ഇപ്പോൾ ഒരു കോൾ വരികയാണെന്നുണ്ടെങ്കിൽ, കോൾ അറ്റൻഡ് ചെയ്ത് സംസാരിക്കുകയാണെന്നുണ്ടെങ്കിൽ, നമ്മളൊരു ഈവൻ ഒരു ക്രൗഡ് സിറ്റുവേഷനിലാണ് എന്നുണ്ടെങ്കിൽ പോലും സൗണ്ടിനൊക്കെ നല്ല ക്വാളിറ്റി ഉണ്ട്. നമ്മൾ സംസാരിക്കുന്നത് അപ്പുറം ആൾക്കാർക്ക് വളരെ ക്ലിയർ ആയിട്ട് കേൾക്കാൻ പറ്റുന്നുണ്ട്, നമുക്കും അത് കേൾക്കാൻ പറ്റുന്നുണ്ട്. സോ ആ ഒരു പേർപ്പസിന് ഇത് കിടിലനാണ്. പിന്നെ ഇതിൻ്റെ ഫോട്ടോ ക്വാളിറ്റി അല്ലെങ്കിൽ വീഡിയോ ക്വാളിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാലും അടിപൊളിയാണ്. ഇത് ശരിക്കും പറഞ്ഞാൽ ഈ ഒരു ഊപ്പിരി ക്യാമറയിൽ നിന്ന് നമ്മൾ എക്സ്പെക്ട് ചെയ്യുന്ന ഒരു റിസൾട്ട് അല്ല, അതിലും കിടിലൻ
ഒരു ഔട്ട്പുട്ടാണ് നമുക്ക് കിട്ടുന്നത്. ഞാൻ കുറച്ച് സാമ്പിൾ വീഡിയോസും സാമ്പിൾ ഫോട്ടോസും ഞാൻ ഈ വീഡിയോയ്ക്ക് ശേഷം ലാസ്റ്റ് അപ്ലോഡ് ചെയ്യുന്നുണ്ട്. നിങ്ങൾ അതുകൂടെ കണ്ടിട്ട് നമുക്ക് മനസ്സിലാക്കാം. സോ ഒരു ക്വാളിറ്റി, ഒരു ഫോട്ടോ ക്വാളിറ്റി അല്ലെങ്കിൽ ഒരു വീഡിയോ ക്വാളിറ്റി എന്ന് പറഞ്ഞാൽ ഒരു iPhone 12 എടുക്കുന്ന അല്ലെങ്കിൽ ഒരു iPhone 12 ആ ഒരു ലെവലിൽ കിട്ടുന്നൊരു ക്യാമറയ്ക്കുള്ള ഒരു റിസൾട്ട് ഉണ്ട്. സോ അത് ഒട്ടും എക്സ്പെക്ട് ചെയ്തിരുന്നില്ല. കാരണം ഒരു ബേസിക് ക്യാമറ ആയിരിക്കും എന്നാണ് ഞാൻ ഓർത്തത്. പിന്നെ സ്റ്റെബിലിറ്റി, എനിക്ക് തോന്നുന്നത് ഇത് നമ്മുടെ നെക്ക് തന്നെ ഒരു ഗിംബലായിട്ട് വർക്ക് ചെയ്യുന്നതുകൊണ്ടായിരിക്കാം വീഡിയോ ഒക്കെ അത്യാവശ്യം നല്ല സ്റ്റേബിളാണ്. സോ വീഡിയോ ക്വാളിറ്റിയും നൈസാണ്. പിന്നെ ഇതിൻ്റെ ആസ്പെക്ട് റേഷ്യോ എന്ന് പറയുന്നത് 3:4 ആണ്. അതൊരു സോഷ്യൽ മീഡിയ പർപ്പസിന് വേണ്ടിയിട്ട് മാത്രമുള്ളതാണ്. നിങ്ങൾക്കത് എഡിറ്റ് ചെയ്തിട്ട് ഇഷ്ടമുള്ള ആസ്പെക്ട് റേഷ്യോയിലോട്ട് മാറ്റാം. പിന്നെ അതാണ് എനിക്ക് പറയാനുള്ള മെയിൻ ആയിട്ടുള്ള കാര്യങ്ങൾ. സോ ഓവറോൾ റെയ്ബാൻ മെറ്റ എങ്ങനെയുണ്ട്, മെറ്റ സൺഗ്ലാസ് എങ്ങനെയുണ്ടെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എന്നെ സംബന്ധിച്ച് ഒരു കിടുക്കാച്ചയായിട്ടുമാണ്. കാരണം നമുക്ക് ബ്ലൂടൂത്ത് ഹെഡ്സെറ്റ്, എനിക്കിങ്ങനെ ചെവിയിൽ അധികം നേരം വെച്ചുകൊണ്ടിരിക്കുന്നത് വലിയ താല്പര്യമില്ലാത്തൊരു കൂട്ടത്തിലാണ്. സോ എനിക്ക് പാട്ട് കേൾക്കാൻ ഞാൻ വളരെ കംഫർട്ടബിളാണ്. എനിക്ക് ഈ സൗണ്ട് മതി, എനിക്ക് ഇതിൽ കൂടുതൽ സൗണ്ട് വേണ്ട ഒരു സോങ് കേൾക്കാൻ വേണ്ടിയിട്ട്. പിന്നെ എസ്പെഷ്യലി കോൾ വരുമ്പോൾ കോൾ അറ്റൻഡ് ചെയ്യാനായിട്ട് കിടിലൻ സൗണ്ട് ക്വാളിറ്റിയാണ്. അപ്പുറം ഇരിക്കുന്ന ആൾക്കും നന്നായിട്ട് കേൾക്കാമെന്ന് പറയുന്നുണ്ട്. സോ സൗണ്ട് എക്സ്പീരിയൻസ് ഇറ്റ്സ് റിയലി അമേസിങ്. ആൻഡ് ഫോട്ടോ ക്വാളിറ്റി അതൊരു എന്താ പറയുക, എക്സ്പെക്ട് ചെയ്തതിലും മുകളിലായിരുന്നു. സത്യം പറയാൻ എല്ലാം എക്സ്പെക്ട് ചെയ്തതിലും മുകളിലായിരുന്നു. ഫോട്ടോ ക്വാളിറ്റി ആണെങ്കിലും അടിപൊളി, വീഡിയോ ക്വാളിറ്റി ആണെങ്കിലും അടിപൊളി. സോ നമ്മുടെ പോയിന്റ് ഓഫ് വ്യൂയിലുള്ള ക്യാമറ വിഷ്വൽസ്, ഇപ്പം നമുക്ക് ഫോർ എക്സാമ്പിൾ നിങ്ങളൊരു ക്രിക്കറ്റ് കളിക്കാൻ പോകുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ ബാറ്റ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് നിങ്ങളുടെ പോയിന്റ് ഓഫ് വ്യൂയിലുള്ള ഒരു വീഡിയോ എടുക്കണമെന്നുണ്ടെങ്കിൽ ഇറ്റ്സ് ഈസിലി പോസിബിൾ. സോ ഇതാണ് ക്യാമറ, ഇതാണ് ലൈറ്റ്. സോ ഇറ്റ്സ് ആൻ ഈസി പ്രോസസ് ടു ടേക്ക് ഫോട്ടോ ആൻഡ് വീഡിയോ. അപ്പോൾ എന്നെ സംബന്ധിച്ച് ഇതൊരു വർത്തി ആയിട്ടുള്ള ഒരു പർച്ചേസ് ആയിട്ട് എനിക്ക് തോന്നി. അപ്പോൾ പോസിറ്റീവ്സ് മാത്രമല്ല, എനിക്ക് തോന്നിയ ചില ഡ്രോബാക്സോടെ ഞാൻ പറഞ്ഞേക്കാം. ഇതൊരു പ്രോപ്പർ പോളറൈസ്ഡ് 100% UV പ്രൊട്ടക്ഷൻ ഉള്ള ഒരു സൺഗ്ലാസ് ആണ്. സോ പോളറൈസ്ഡ് എന്ന് പറയുമ്പോൾ തന്നെ നമ്മൾ ഇൻഡോർ ഒക്കെ പോകുമ്പോൾ അല്ലെങ്കിൽ വെട്ടം ഒന്ന് മങ്ങിക്കഴിയുമ്പോൾ നമുക്കിതും വെച്ചുകൊണ്ട് നടക്കുക എന്ന് പറയുന്നത് പ്രാക്ടിക്കലി അത്ര പോസിബിൾ അല്ല. കാരണം ഡാർക്ക് ആയിരിക്കും, കംപ്ലീറ്റ് ഡാർക്ക് ആയിരിക്കും. സോ ആ ഒരു സമയത്ത് നമ്മൾ ബ്ലൂടൂത്തിലൊക്കെ കണക്റ്റഡ് ആണ്, നമ്മൾ എല്ലാ ഫോണിൽ പാട്ട് കേൾക്കുന്നുണ്ട് അല്ലെങ്കിൽ കോൾ വരുമ്പോൾ അറ്റൻഡ് ചെയ്യുന്നതല്ല ഇതിലാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഇത് മടക്കി വെക്കേണ്ടി വരും. ബ്ലൂടൂത്ത് എല്ലാം ഡിസ്കണക്ട് ചെയ്ത് നമുക്ക് വേണമെങ്കിൽ ഇയർ ഹെഡ്സെറ്റ് വെക്കേണ്ടി വരും. സോ നിങ്ങളത് നോക്കുന്നുണ്ട് എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് പോകാവുന്നൊരു ഓപ്ഷൻ ഉണ്ട്, ട്രാൻസിഷൻ ടൈപ്പ് ഗ്ലാസ്. ഈ റെയ്ബൻ തന്നെ കൊടുക്കുന്ന വേറൊരു മോഡലുണ്ട്. ഇതിപ്പം പോളറൈസ്ഡ് ആണ്. പോളറൈസ്ഡ് അല്ലാത്ത ട്രാൻസിഷൻ ഗ്ലാസസ് ഉണ്ട്, വിച്ച് മീൻസ് ഇൻഡോർ വരുമ്പോഴത്തേനും ട്രാൻസ്പെറൻ്റ് ആയിട്ടും ഔട്ട്ഡോർ പോകുമ്പോൾ ടിൻറ്റഡ് ആയിട്ടും വരുന്ന ഗ്ലാസ്. സോ ഞാൻ അത് നോക്കാഞ്ഞത് എന്താണ് എന്ന് വെച്ച് കഴിഞ്ഞാൽ, ട്രാൻസ്പെറൻറ്റ് ഗ്ലാസ് യൂസ് ചെയ്ത് കഴിഞ്ഞാൽ ഒരു പ്രിസ്ക്രിപ്ഷൻ ഗ്ലാസ് വെച്ചുകൊണ്ടിരിക്കും എനിക്ക്. സോ അത് താല്പര്യമുള്ളവർക്ക് ട്രാൻസിഷൻ ഗ്ലാസ് മേടിക്കാം. ഇത് തീർച്ചയായിട്ടും ഒരു വർത്തി ആയിട്ടുള്ളതായിട്ടാണ് എനിക്ക് തോന്നുന്നത്. പക്ഷേ ഇന്ത്യയിലിത് അധികം വന്നിട്ടില്ലെന്നാണ് എനിക്ക് തോന്നുന്നത്. സോ ഒരാണ് എന്നുണ്ടെങ്കിൽ നിങ്ങൾ എക്സ്പെൻസീവ് ആയിട്ടുള്ള ഇയർപോഡ്സ് ഒക്കെ മേടിക്കുന്ന ആളാണ്, അല്ലെങ്കിൽ നിങ്ങൾ ഗാഡ്ജറ്റ്സ് ഇഷ്ടമുള്ള ആളാണ് എന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ട്രൈ ചെയ്യാവുന്നതാണ്. തീർച്ചയായിട്ടും ഞാൻ പർച്ചേസ് ചെയ്ത ഗാഡ്ജറ്റുകളിൽ എനിക്ക് എൻ്റെ ഒരു ഫേവറേറ്റ്, വൺ അമംഗ് ദ ഫേവറേറ്റ്സിൽ തീർച്ചയായിട്ടും ഈ റെയ്ബാൻ്റെ മെറ്റ ഗ്ലാസസ് ഉണ്ടായിരിക്കും. പിന്നെ ഒരൊറ്റ ഡ്രോബാക്ക് ഞാൻ പറഞ്ഞ പോലെ തന്നെ ഇൻഡോർ അല്ലെങ്കിൽ വെട്ടം മങ്ങി കഴിയുമ്പോൾ ഇത് വെച്ചുകൊണ്ട് നടക്കുക എന്ന് പറയുന്നത് പ്രാക്ടിക്കലി അത്ര പോസിബിൾ അല്ല. സോ അത് മാത്രമായിട്ടാണ് എനിക്ക് തോന്നിയത്. പിന്നെ ചാർജിനെ കുറിച്ച് ഞാൻ സംസാരിച്ചില്ല. സോ ഈ കേസ് ചാർജ് ചെയ്യാനായിട്ട് എത്ര നേരം എടുക്കുമെന്ന് എനിക്കറിയില്ല. ഒരു 2 hours എടുക്കുന്നുണ്ടെന്നാണ് എനിക്ക് തോന്നുന്നത് കേസ് ഫുള്ള് ചാർജ് ആവാൻ. സോ ഒരു ടൈം ചാർജ് ചെയ്ത് കഴിഞ്ഞാൽ സൺഗ്ലാസ്സിൽ 4 മണിക്കൂർ വരെയാണ് ചാർജ് നിൽക്കുന്നത്. പിന്നെ അത് വീണ്ടും കേസിലൊക്കെ വെക്കുകയാണെന്നുണ്ടെങ്കിൽ ഒരു 15 minutes കേസിൽ വെക്കുകയാണെന്നുണ്ടെങ്കിൽ വീണ്ടും 4 hours കിട്ടും. അപ്പോൾ അങ്ങനെ ഒരു 8 to 10 times നിങ്ങൾക്ക് ഈ സൺഗ്ലാസ് ഇതിൽ ചാർജ് ചെയ്യാം. സോ ഒരു തവണ കേസ് ചാർജ് ചെയ്ത് കഴിഞ്ഞാൽ 8 to 10 times നിങ്ങൾക്ക് സൺഗ്ലാസ് യൂസ് ചെയ്യാം. സോ അത് ഒത്തിരി ഗ്രേറ്റ് ആണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എനിക്കറിയില്ല. കാരണം കണ്ടിന്യൂസ് വീഡിയോ ഒക്കെ എടുത്തുകൊണ്ടിരുന്നു കഴിഞ്ഞാൽ ചാർജ് പെട്ടെന്ന് ഡ്രെയിൻ ആവും. സോ എൻ്റെ പർപ്പസിന് ഞാൻ ഒത്തിരി ഹാപ്പിയാണ്. സോ എനിക്ക് ആവശ്യത്തിനുള്ള ചാർജ് കിട്ടുന്നുണ്ട്. ചാർജ് ഇല്ലാതെ തന്നെ കേസിലോട്ട് വെച്ച് കഴിഞ്ഞാൽ 15 minutes ചാർജ് ആവും. സോ എനിക്ക് ഭയങ്കര കംഫർട്ടബിളാണ്. സോ ഓവറോൾ ഒരു വർത്തി ആയിട്ടുള്ള ഒരു ഗാഡ്ജറ്റ് ഞാൻ പർച്ചേസ് ചെയ്തൊരു സാറ്റിസ്ഫാക്ഷൻ എനിക്കുണ്ട്. താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ്. ആൻഡ് ഈ വീഡിയോയ്ക്ക് അവസാനം ഞാൻ കുറച്ച് ഈ ഗ്ലാസ്സിലെടുത്ത കുറച്ച് ക്ലിപ്സ് അതുപോലെ തന്നെ കുറച്ച് ഫോട്ടോസും ഞാൻ ഇടുന്നതായിരിക്കും. താങ്ക് യു ഫോർ വാച്ചിങ്. പ്ലീസ് സബ്സ്ക്രൈബ്, ലൈക്ക്, ഷെയർ. താങ്ക് യു.